കേരളത്തിൻ്റെ ചരിത്രം മാറ്റിക്കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. LDFും UDFും മാറി മാറി ജനപ്രതിനിധി MP മാരെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലെ വികസനപരമായ കാര്യങ്ങളിൽ രണ്ട് LDF മുന്നണിക്കും UDF മുന്നണിക്കും ജനക്ഷേമകരമായോ വികസനപരമായോ ഒരു തീരുമാനങ്ങളോ അല്ലെങ്കിൽ നടപ്പിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. നമുക്കറിയാം, 15 വർഷമായി നമ്മുടെ ഈ മണ്ഡലത്തിലൊരു MP, അന്ന് 15 വയസ്സുള്ള കുട്ടിക്ക് ഇപ്പോൾ 30 വയസ്സായി. 15 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ എന്താണോ പറഞ്ഞത് അതുതന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ ഈ മണ്ഡലത്തിലെ വികസനത്തിനു വേണ്ടി UDF പ്രഖ്യാപിച്ച പ്രകടന പത്രികയിൽ ഏതെങ്കിലും ഒന്നും നടപ്പിലാക്കുവാൻ ശശി തരൂരിന് കഴിഞ്ഞിട്ടുണ്ടോ? LDF എന്താ ചെയ്യുന്നത്? LDFിലെ ജനപ്രതിനിധി, ഞാൻ ആരെ കുറ്റം പറയുന്ന ആക്ഷേപിക്കുന്നതല്ല, LDF പ്രതിനിധികളായാലും ശരി തന്നെ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ യാതൊരു വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ കഴിയില്ല. കാരണം കേരളത്തിൽ ഏറ്റവും കുറച്ച് പാർലമെൻറ്റ് മണ്ഡലത്തിൽ വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ശശി തരൂർ. കേരളത്തിൽ MP മാരിൽ അദ്ദേഹത്തിന് ഈ തിരുവനന്തപുരം പാർലമെൻറ്റിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടാനോ അത് പരിഹരിക്കുവാനോ ഉള്ള യാതൊരു സമീപനവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഇവിടെ നിന്ന് MP ആയാൽ എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തീരദേശവുമായി ബന്ധപ്പെട്ട് എത്ര നിവേദനങ്ങൾ ഈ രണ്ട് മുന്നണികൾക്ക് മാറി മാറി നമ്മുടെ അന്നദാതാക്കളായ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരന്തം ഈ മുന്നണികളോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തോ? നിമിഷങ്ങൾ കൊണ്ട് അവിടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണ തീരുമാനം എടുക്കുവാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ തീരുമാനം എടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? വികസനം ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായി ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാൻ തയ്യാറാകണം, അത് പരിഹരിക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് ഈ രണ്ടു മുന്നണികളും കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ മുമ്പിൽ സംശയത്തിൻ്റെ നിഴലിലാണ്. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല BJPയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന പ്രമുഖ വ്യക്തികൾ, ഞാൻ അതാ ആദ്യം പറഞ്ഞത്, അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിലേക്ക് പോകും. അതോടൊപ്പം തന്നെ ഇന്ത്യ ഗവൺമെൻറ് നരേന്ദ്രമോദിജി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങൾ ഒന്നൊന്നൊന്നായി ജനങ്ങളുടെ മുന്നിലെത്തിക്കുവാൻ അവർക്ക് കഴിയും. കാരണം അവർക്ക് അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി അന്തഃപുരങ്ങളിൽ അടയിരിക്കുന്നവരല്ല, അവർ ജനകീയ വിഷയങ്ങളിൽ ജനങ്ങളോടൊപ്പം ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ NDA സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കും. സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് നല്ല പൂർണ്ണ വിശ്വാസം സാറിനുണ്ട്? എനിക്കല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. രണ്ട് മറ്റേ UDFിനുണ്ട്, LDFിനുണ്ട്, ആ മുന്നണികൾക്കുണ്ട്. മാത്രമല്ല ഇപ്പം മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ മല്ലിക സുകുമാരൻ, കൊല്ലം തുളസി, ബിനു കിരിയത്ത്, സുരേഷ് കുമാർ, അതുപോലെ ജലജ, അങ്ങനെയുള്ളവർ ഇപ്പോൾ രാജാജി നഗറിൽ വരുന്നു. വെറുതെ വരുന്നതല്ല, ഇവിടെ നിന്നും ചലച്ചിത്ര അവാർഡ് നേടിയ കുട്ടി ആദരിക്കുന്നു, ആദ്യമായി ഡോക്ടറായ ഒരു കുട്ടി ആദരിക്കുന്നു, 2 ടീച്ചേഴ്സിനെ ആദരിക്കുന്നു. അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയമില്ല, ഇവരിന് എന്തെല്ലാം ബാധ്യതകൾ ഉണ്ടാക്കിയാലും ജനങ്ങൾ അവർക്ക് NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എത്ര ഭൂരിപക്ഷം ഉണ്ടാവുമെന്നൊരു ഇതുണ്ടോ? നമ്മളെ കഴിഞ്ഞ ഇതിനെക്കാട്ടി ഭൂരിപക്ഷം എത്രമാത്രം വർദ്ധിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത്. പിന്നെ ഒരു പ്രധാന കാരണം, നൂറ്റാണ്ടുകളായി അടിമത്തത്തിലേക്ക് നയിക്കപ്പെട്ടിരുന്ന സമുദായങ്ങൾ നൂറ്റാണ്ടുകളായി മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ മുമ്പിൽ അവർ കേണപേക്ഷിച്ചു. ഞങ്ങളുടെ സമുദായങ്ങളുടെ റിസർവേഷൻ, മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ആ സമുദായങ്ങൾ മുഴുവൻ BJPയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ വേണ്ടി കേരളത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഭൂരിപക്ഷം എത്രയാണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിലും വിശ്വസിക്കുന്നതിലും അധികം ചില ഭൂരിപക്ഷം ഉണ്ടാവാൻ സാധിക്കും. എന്നാലും ഉറപ്പാണ് രാജീവ് ചന്ദ്രശേഖർ ഞങ്ങൾക്ക് മാത്രമല്ല, ജനങ്ങൾക്ക്. ഇപ്പൊ 2ാം സ്ഥാനത്ത് വരാൻ വേണ്ടി LDF UDF ശ്രമിക്കുകയാണ്. ആരാ 2ാം സ്ഥാനത്ത് വരെയാണ്? അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് യാതൊരു വിശ്വാസക്കുറവുമില്ല. ഓക്കെ, ഒന്ന് പരിചയപ്പെടുത്തിയില്ല. പാലോട് സന്തോഷ്, പപ്പൻ ചേട്ടൻ നമ്മുടെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. സിനിമ ഇൻഡസ്ട്രിയിലുള്ള
ജയശ്രീ ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക സെല്ലിൻ്റെ കൺവീനർ പിന്നെ ആര്യനാട് സൂതൻ, മനു, ചാരിറ്റി വർക്ക് വിനയൻ. അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ, ചാരിറ്റി വർക്ക് ചെയ്യുന്ന ആളുകൾ, സിനിമാ ഫീൽഡിലുള്ളവര്, രാഷ്ട്രീയക്കാര്, സാംസ്കാരിക കലാരംഗങ്ങളിലുള്ള എല്ലാ മുഴുവൻ ആളുകളും രാജീവ് ചന്ദ്രശേഖരനും BJPക്കും അനുകൂലമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുക. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയും ആരാധ്യയുമായ ശ്രീ മല്ലിക സുകുമാരൻ അവരുടെ ഏറെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. ശ്രീ ജി സുരേഷ് കുമാർ, ജി ജാ സുരേന്ദ്രൻ, TT ഉഷ, കൊല്ലം തുളസി, ശ്രീ പാലോട് സന്തോഷ്, ജയശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ പരമേശ്വരൻ കുര്യാത്തി, ശ്രീ തമ്പാനൂർ സതീഷ്, എല്ലാവരെയും ഈ വേദിയിലേക്ക് ബഹുമാന പുരസ്സരം ക്ഷണിച്ചോളൂ. രക്ഷാദൈവതമാത്മബന്ധു അഭയം നൽകുന്ന ചൈതന്യമാ സാക്ഷാ ശ്രീ ഗുരുവായൂരമ്പലമെഴും മൂർത്തേ ജഗന്നാഥ നിന്നോമൽ പദപങ്കജം മുകരുവാനെത്തുന്ന ഭക്തനുമേ തന്നാലും തവ മഞ്ജുള മനോദാരിൻ കൃപാ മംഗളം. എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാം കലാകാരന്മാരാണ്. പൊതുവേ ഒരു ധാരണയുണ്ട് കലാകാരന്മാർ BJPയിലേക്ക് വരാൻ അല്പം ഭയക്കുന്നു. അതൊക്കെ പണ്ട്. ഇപ്പോൾ കലാകാരന്മാരുടെ ഒഴുക്കാണ് BJPയിലേക്ക്. മല്ലിക ചേച്ചി നമുക്കറിയാം. മല്ലിക ചേച്ചി നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എത്രയോ കാലങ്ങളായി മലയാള സിനിമയിൽ നിലയുറപ്പിച്ച ചേച്ചി ഞങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ വരികയാണ്. കാരണം ഒരു മാറ്റം അനിവാര്യമാണെന്നാണ് ചേച്ചി പറയുന്നത്. അതുകൊണ്ട് ചേച്ചി വിളിച്ചുടനെ വന്നു. കൂടാതെ ജി സുരേഷ് കുമാർ, നമുക്കെല്ലാം അറിയാം, തിരുവനന്തപുരത്തുകാരാണ്. ഞാനൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ അന്യനല്ല. തൊട്ട് മേലെ വീടെന്ന് പറയും, സുബ്രഹ്മണ്യം കോവിലിൻ്റെ അപ്പുറത്ത്. എൻ്റെ ബാല്യ യൗവനവും കൗമാരവും ഒക്കെ അവിടെയായിരുന്നു. സതീഷിനൊക്കെ അറിയാം, എല്ലാവരും ഉണ്ട്. അതുപോലെ ജയശ്രീ ചേച്ചി, ശ്രീ കൊല്ലം തുളസി. അപ്പോൾ ഇതിനകത്ത് പരിചയപ്പെടുത്തേണ്ട ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. പാലോട് സന്തോഷമുണ്ട്, ആര്യനാട് സുഗതനുണ്ട്. കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ. നമ്മളിവിടെ വരുന്നത്, ഇവിടെ സിനിമയിൽ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട് കല എന്ന ചിത്രത്തിൽ. അതുപോലെ 2 പേര് അധ്യാപകരായി, ഒരു കുട്ടി ഡോക്ടറായി, മറ്റൊരാൾ ഗിന്നസ് ബുക്കിൽ ചെണ്ടകുട്ടി കയറി, വേറൊരാൾ സുഖമില്ലാതെ നൃത്തം ചെയ്ത് ഏഷ്യാനെറ്റിൻ്റെ അവാർഡ്. അപ്പോൾ ഒരുപാട് കലാകാരന്മാർ ഇതിനകത്ത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇങ്ങനെ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്യണമെന്ന്. കാരണം കല എവിടെ ഇല്ലയോ അവിടെ എല്ലാം യുദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ. കലയില്ലാത്ത രാജ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ BJPയിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞാലും സ്വർണ്ണകമലം എന്ന ഈ സംഘടന കലാകാരന്മാരെ കൂട്ടിക്കൊണ്ട് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരൊറ്റ കാര്യം, രാഷ്ട്രീയം പറയല്ല, 10-65 കൊല്ലം നമ്മൾ മാറി ഇടതിനും വലതിനും വോട്ട് കൊടുത്തു, നല്ല കാര്യം. പക്ഷേ ഒരു മാറ്റം അനിവാര്യമാണ് യുവതയ്ക്ക് വേണ്ടിയിട്ട്. ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് യുവത്വം മഹത്വം എന്നാണ്. ആ യുവാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വഴിമാറി കൊടുക്കുക. രാജീവ് ചന്ദ്രശേഖർജിയുടെ കരങ്ങൾ അതിന് ആപ്റ്റായിട്ടാണ്. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആറ്റിങ്ങലിൽ നമ്മുടെ വി മുരളീധരൻ അദ്ദേഹം നിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റന്നാൾ വിധി എഴുതുന്നത് നേതാക്കന്മാരുടെ വിധിയാവരുത്, ഇവിടുത്തെ ജനങ്ങളുടെ വിധിയായിരിക്കണം. അതിന് വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താമര അടയാളത്തിൽ മറക്കരുത്. മറ്റന്നാൾ നിങ്ങളുടെ മാക്സിമം ആൾക്കാരെ അവിടെ എത്തിക്കുക, വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ദൗത്യവും കൂടി നിങ്ങൾ ഏറ്റെടുക്കണം. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അടുത്തതായി
സ്വാഗതം പറയുവാനായി ആര്യനാട് സുഗതനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്ഥലപരിമിതി കൊണ്ട് എല്ലാവരും സഹകരിക്കണം, ക്ഷമിക്കണം. ഈ ചടങ്ങിൻ്റെ ഒരു ഔദ്യോഗിക നടപടി എന്ന പേരിൽ സ്വാഗതം പറയുന്ന കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ചലച്ചിത്രകാരൻ ശ്രീ ബിനു കുര്യത്തിനെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളു. നമ്മളേറെ ദിവസങ്ങളായി വളരെ പ്രതീക്ഷയോടെ, ആകാംക്ഷയോടെ, ഏറെ ആദരവോടെ, ബഹുമാനത്തോടെ മല്ലിക സുകുമാരൻ നമ്മുടെ ഈ രാജാജി നഗറിലേക്ക് വരുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ അതിനുവേണ്ടി ഏറെ ശ്രദ്ധയോടെ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. BJP സാംസ്കാരിക സെല്ലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വർണ്ണകമലം കലാകാര സംഗമ കൂട്ടായ്മയിലേക്ക് ഇന്ന് ഈ വേദിയിൽ, നമ്മുടെ സാംസ്കാരിക വേദിയിൽ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ മല്ലിക സുകുമാരൻ അവരുകളെ ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം. അടുത്തതായി ചലച്ചിത്ര നിർമ്മാതാവും നമ്മുടെ നാട്ടുകാരനും ഏറെക്കാലമായി സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ എല്ലാം നേതാവും കൂടിയായ ശ്രീ ജി സുരേഷ് കുമാർ അവരുകളെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു. നമ്മുടെ ഈ സ്വർണ്ണകമലം കൂട്ടായ്മയുടെ മുഖ്യ രക്ഷാധികാരിയും BJPയുടെ സംസ്ഥാന വക്താവും ചാനൽ വന്ന് നമ്മുടെ BJPയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വളരെ സസൂക്ഷ്മം പഠിച്ച് വിവരിച്ച് നമുക്ക് ആവേശം പകരുന്ന ശ്രീ പാലോട് സന്തോഷിനെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു. എനിക്ക് ഏറെ സന്തോഷമുണ്ട് അടുത്ത ഒരാളുടെ സ്വാഗതം ചെയ്യുന്നത്. ശ്രീ കൊല്ലം തുളസി. വാക്കുകൾ കൊണ്ട് അമ്പുകൾ എയ്യുന്ന BJPയുടെ ഏറ്റവും വലിയ സാംസ്കാരിക മുഖം ശ്രീ കൊല്ലം തുളസിയെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ചലച്ചിത്ര TV മേഖലയിൽ നേതൃത്വവും കൂടി വഹിക്കുന്ന എൻ്റെ ഏറെ ബഹുമാനപ്പെട്ട സഹോദരി കൂടിയായ ശ്രീമതി ഗീജ സുരേന്ദ്രനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും സുപരിചിതയായ, ഏറെ ദിവസങ്ങളായി ഒരു വിശ്രമമില്ലാതെ ബൂത്തുകളിലും കുടുംബയോഗങ്ങളിലും സംസാരിച്ചു വരുന്ന ശ്രീമതി TT ഉഷയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗായകനും എൻ്റെ പ്രിയ സുഹൃത്തുമായ ശ്രീ M രാധാകൃഷ്ണനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ നാടകാചാര്യൻ, എൻ്റെ ഗുരുസ്ഥാനീയനും കൂടിയായ ശ്രീ പരമേശ്വരൻ കുര്യാത്തിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ വേദിക്ക് പുറത്ത് ഏറെ ബഹുമാനിതനായ മുൻ കൗൺസിലറും പാർട്ടിയിൽ ഈ അടുത്ത കാലത്ത് വന്ന് സജീവമായ പ്രവർത്തനം, നേരമെടുത്താൽ ഇരുട്ടുന്നത് വരെ സജീവമായി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ശ്രീ തമ്പാനൂർ സതീഷ്, ഇവിടെ നിൽക്കുന്ന പലരുടെയും ഏറെ ബഹുമാനിതനാണ്. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ ഡോക്ടർ രശ്മി ഗോപാലകൃഷ്ണനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും, BJP പ്രവർത്തകരെയും, ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ നാട്ടുകാരെയും, സാംസ്കാരിക പ്രവർത്തകരെയും, എല്ലാവരെയും, ചാനൽ സുഹൃത്തുക്കളെയും ഒരാളെ വിട്ടുപോയി കൂടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് രാവിലെ മുതൽ നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനായി ഓടി നടക്കുന്ന ശ്രീ വിനയചന്ദ്രനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും നമ്മുടെ പരിപാടി അടുത്ത ചടങ്ങിലേക്ക് കടക്കുന്നു. ബഹുമാന്യനായ ഈ സമ്മേളനത്തിൻ്റെ സംഘാടകരെ, ഞാൻ ജനിച്ച് വളർന്ന തിരുവനന്തപുരത്തെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ വിനു പറഞ്ഞതുപോലെ മാറ്റം അനിവാര്യമാണ്. പക്ഷേ ഞാൻ ഇവരെയൊക്കെ പോലെ സജീവമായിട്ട് എനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനോ നടക്കാനോ ഒന്നുമുള്ള ഒരു സമയമോ, അതുമാത്രമല്ല ആ പ്രായമൊക്കെ കഴിഞ്ഞു. നമ്മളൊക്കെ വയസ്സായില്ലേ, മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയി.
എങ്കിലും മിനുവാണ് എന്നെ ഇങ്ങനെ ഒരു സംഘടനയുണ്ട്, അത് കലാകാരന്മാരുടെ ഒരു ഉന്നമനത്തിനായിട്ടാണ്, അത് ഞങ്ങളെല്ലാവരും കൂടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആര് തുടങ്ങിയാലും ശരി ആ സംഘടന ഒരു നല്ല സംഘടനയായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ശ്രീ സുരേഷ് കുമാറുണ്ട്, കൊല്ലം തുളസിയേട്ടനുണ്ട്, പിന്നെ സാറിനെ പറ്റി ഒരുപാട് പറഞ്ഞ് എനിക്ക് പറഞ്ഞു തന്നു ഒത്തിരി കാര്യങ്ങൾ. പിന്നെ ഇവരെയൊക്കെ എനിക്കറിയാം. പിന്നെ അതിലുപരി വിജയ ഉഷയൊക്കെ ഞങ്ങളൊക്കെ ഒന്നിച്ച് സീരിയലിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും വന്നു. നിങ്ങൾ പക്ഷേ ഇവരെപ്പോലെ രാപകൽ കഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരിയാണ് ഞാനും ധരിക്കരുത്. എനിക്കാണെങ്കിൽ ഒരു കുറ്റബോധമൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ അത് പറ്റുന്നില്ല. കാരണം ഒരുപാട് ജോലി തിരക്കുണ്ട്. അതൊക്കെ കാണാറുണ്ട്. ഒരു ഭാഗത്ത് സുഹാസിനി അമ്മ സൂസു എന്നും പറഞ്ഞ്, ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു സിനിമ, ഇതെന്തെങ്കിലുമൊക്കെ കൂടെ വരുമ്പോൾ പിന്നെ നമുക്കൊരു വെറും സമയം ഒന്നും മാറ്റിയിടാനായിട്ടൊന്നും അധികം ഉണ്ടാവാറില്ല. ഇനി അധികം ഉണ്ടായാൽ ആ സമയത്ത് നമ്മളത് വിശ്രമിക്കും. ഇതാണ് എൻ്റെ ഒരു ജീവിതചര്യ. എങ്കിലും ഞാൻ ചോദിച്ചു ഇവിടുന്ന് പ്രധാന സംഭവം എന്താണ്. ഞാൻ പറഞ്ഞു സമ്മേളനത്തിൽ പങ്കെടുക്കുക, ചേച്ചി ഞങ്ങളോട് സഹകരിക്കുന്നത് ഞങ്ങൾക്ക് പറയണം. പിന്നെ അതുമാത്രമല്ല, ഒരു മിടുക്കിയായ മോള് തല എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ അഭിനയിച്ചതിന് മികച്ച നടിക്കുള്ള ഒരു അവാർഡ് കരസ്ഥമാക്കിയ ഒരു കുഞ്ഞുണ്ട്. മോളുടെ പേര് സ്നേഹ അനു. ഓക്കെ. അപ്പോൾ മോള് ഇങ്ങനെ ഒരു സമ്മാനമൊക്കെ ചേച്ചി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയാണ്. സാധാരണ ഈ വലിയ അവാർഡുകളും ഒക്കെ കൊടുക്കുമ്പോഴാണ് അംഗീകാരങ്ങൾ ഒരുപാട് വരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കണ്ടുപിടിച്ചിട്ട് ആ കുഞ്ഞിൻ്റെ തുടർന്നുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ അങ്ങോട്ടുള്ള, എനിക്കും നിങ്ങളോട് പറയാനുള്ളത് വേറൊന്നുമല്ല. ഞാൻ ഈ ഭൂമി വന്നിട്ട് 10-68 കൊല്ലമായി. എല്ലാ തരത്തിലും നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ, അല്ല പരീക്ഷണമാണല്ലോ ജീവിതം എന്ന് പറയുന്നത് തന്നെ. പക്ഷേ എപ്പോഴും പരീക്ഷണങ്ങൾ മാത്രമാവുകയും നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് ഈ പരീക്ഷണങ്ങളൊന്നും കൊണ്ട് എത്തിക്കുന്നില്ല എന്ന് മനസ്സിലാവുകയും ചെയ്യുമ്പോൾ ഇനി എങ്ങനെയാണ് നമ്മുടെ ജീവിതം കുറേ കൂടെ മെച്ചപ്പെടുത്താൻ പറ്റുക, ഒരു മാറ്റം അനിവാര്യമാണല്ലോ എന്ന് ഏത് മനുഷ്യനും തോന്നും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു അത്ര ബുദ്ധികെട്ടവരൊന്നും അല്ല കേരളത്തിലെ ജനത, ഞങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ അറിയാം സാർ എന്ന് കാണിച്ചു കൊടുക്കാനുള്ളൊരു അവസരം കൂടിയാണ് 26-ാം തീയതി സംജാതമാവുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ അധ്യാപകരായിട്ട് വന്നവർ, ഡോക്ടറായിട്ട് വന്നവർ, കൊച്ചുമോള്, ഈ അധ്യാപകരായവർക്കും ഒരു കടമയുണ്ട് കേട്ടോ. വരുന്ന തലമുറയ്ക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നല്ല കാര്യങ്ങൾ. വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. എന്തിനാണ് മുദ്രാവാക്യം? തല എന്ന മലയാള ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിലുള്ള സംസ്ഥാന അവാർഡ് നേടിയ സ്നേഹ അനുവിനെ മല്ലി ചേച്ചി ആദരിക്കുകയാണ് ഇവിടെ. അടുത്തതായി ശ്രീ ജി സുരേഷ് കുമാർ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നത്. സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് ഈ കൊച്ചു മിടുക്കിക്ക് ഒരു വലിയ ആശംസ പറഞ്ഞിട്ട് ഈ ചെറിയ പ്രായത്തിൽ ഒരു അവാർഡൊക്കെ വാങ്ങിക്കുക എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ സാഹചര്യത്തിൽ വന്ന് ഈ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമില്ല, വളരെ വലിയ കാര്യമാണ്. ആ കുട്ടിയെ അനുമോദിക്കുന്നു. ആദ്യമായിട്ട് ശ്രീ പാലോട് സന്തോഷിനെ ക്ഷണിച്ചു പോകുന്നു. ബഹുമാൻ്റെ, ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ കലാകാരന്മാരും ഒക്കെ കേരളത്തിലെ എല്ലാ മേഖലകളിലും നിറസാന്നിധ്യമാണ്. പ്രത്യേകിച്ചും മല്ലിക ചേച്ചിയെ പോലെ ഇത്രയും സീനിയറായിട്ട്, ഇത്രയും ശാരീരിക അസ്വസ്ഥ ഉണ്ടായിട്ട് പോലെ തുളസി എന്നൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രസംഗിക്കുന്നില്ല. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തിരുവനന്തപുരം എന്ന് പറയുന്ന ടൗണിൻ്റെ ഏറ്റവും കേന്ദ്രീകൃത ഭാഗമാണ് ഈ രാജാജി നഗർ. സുരേഷേട്ടൻ സൂചിപ്പിച്ചല്ലോ. ഈ സമയത്ത് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മുടെ ഇലക്ഷൻ്റെ പ്രചരണം അവസാനിക്കുന്നു, പിന്നെ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ വിവിധ മേഖലകളിൽ മനുഷ്യൻ നേരിടുന്ന തീരദേശമായാലും ശരി, കോളനികളായാലും ശരി, ഈ വിഷയങ്ങളിൽ വളരെ ശക്തമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നിലപാടെടുക്കുവാൻ കഴിയുന്ന ആർജവമുള്ള, വ്യക്തിത്വമുള്ള, അറിയപ്പെടുന്ന, സ്നേഹമുള്ള, ആദരവുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ അറിവിൽ ഈ കോളനിയുടെ ശോചനീയാവസ്ഥ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് വരാൻ പോകുന്ന നാളുകളിൽ
തിരുവനന്തപുരത്തിൻ്റെ ഹൃദയമായ ഈ രാജാജി നഗറിലെ വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകളും യാതനകളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജയിച്ചാലും ഇല്ലെങ്കിലും എന്നാ പറഞ്ഞത്, ജയിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കുമെന്ന് പറഞ്ഞ ഒരു സഹോദരനാണ്, ഒരു സുഹൃത്താണ്, ഒരു അനുജനാണ്. മാത്രമോ 25 വർഷങ്ങൾക്ക് മുമ്പ് മത്സ്യത്തൊഴിലാളികൾ ബാധിക്കുന്ന വിഷയങ്ങളിൽ എങ്ങനെ ഫോൺ ഉപയോഗിക്കാം എന്ന് പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ സിനിമ സൂപ്പർ സ്റ്റാറായ മോഹൻലാലിനോടൊപ്പം 1.5 ദിവസം കടലിൽ പോയി അതിനെക്കുറിച്ച് പഠിച്ച് നടപ്പിലാക്കിയ കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് നമ്മുടെ നാടിന്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക്, നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ജനക്ഷേമങ്ങൾ നടപ്പിലാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് 15 വർഷം ഒരു കാര്യം ചിന്തിക്കണം. 15 വർഷം അന്ന് 15 വയസ്സായി. 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിനായി ശ്രീ കൊല്ലം തുളസിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം ഓർത്തു പോവുകയാണ്. 45 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരം നഗരസഭയിലെ ഉദ്യോഗസ്ഥനായി സ്ഥലം മാറി വരുമ്പോൾ കാണുന്ന ഈ പ്രദേശവും ഇപ്പോഴത്തെ ഈ പ്രദേശവും തമ്മിലുള്ള വ്യത്യാസവും ഇവിടുത്തെ വളർച്ചയും ഒരു കാലത്ത് സാമ്പത്തികമായും സാംസ്കാരികപരമായും സാമൂഹ്യപരമായും എല്ലാം വളരെ പിന്നിൽ നിന്നിരുന്ന ഒരു പ്രദേശത്ത് അത് സാംസ്കാരികമായി വളർന്നു, വലിയ മാറ്റങ്ങളുണ്ടായി, ചിന്തകൾ മാറി, വിദ്യാഭ്യാസപരമായിട്ട് മാറി, സാമ്പത്തികമായിട്ട് മാറി, അങ്ങനെ വളർന്ന് അവസാനം ഒടുവിൽ ഇവിടെയുള്ള ഒരു കുട്ടി സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു. സ്നേഹ തല എന്ന സിനിമയിലൂടെ അവളുടെ തലവര മാറാൻ പോകും. വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ്. ഒരു ഡോക്ടർ ഉണ്ടായിരിക്കുന്നു, 2 അധ്യാപികമാരുണ്ടായിരിക്കുന്നു. ഇത് നിസ്സാര കാര്യങ്ങളല്ല. ഈ പ്രദേശത്തിൻ്റെ ചരിത്രം അറിയാവുന്നവർക്ക് ഇതൊരു വലിയ മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കുന്നതിനാണ് ഞാൻ യഥാർത്ഥത്തിലുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സാരഥി നമുക്കിപ്പോണ്ട്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞവരെല്ലാം പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തി ചെയ്യാൻ പറയുന്നേ ഉള്ളൂ. വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കാര്യം സുരേഷ് കുമാരൊക്കെ പറഞ്ഞു, കഴിഞ്ഞ 10, 65, 70 വർഷമായി ഇടതും വലുതും മാറി ഭരിച്ച് ഈ നാട് ഇവിടത്തോളമാക്കി. ഇതിനൊക്കെ മതിയോ നമ്മുടെ ഈ സ്ഥലം? ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ തമ്പാനൂർ എന്ന് പറയുന്ന ഈ സ്ഥലം ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഇവിടെ എങ്ങനെ ഇരിക്കേണ്ട ഒരു ഹൈടെക് നഗരമാണ്, ഹൈടെക് നഗരത്തിൻ്റെ ഒരു മധ്യസ്ഥലമാണ് ഈ കാണുന്നത്. ഇതിങ്ങനെയൊന്നും പോരാ, ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ള ഇച്ഛാശക്തിയുള്ള ആർജവശേഷിയുള്ള ഒരു വലിയ ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ. TT ഉഷയെ ആദരവോടെ ക്ഷണിക്കുന്നത് 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്തേ. മാറി മരിച്ചവരെല്ലാം നിങ്ങൾക്ക് എന്താണ് വാഗ്ദാനം ചെയ്തതെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. കാരണം ആ മാറി ഭരിക്കുന്നവർ ഇവിടെ വാഗ്ദാനം കൊടുക്കുന്നത് മുഴുവനും കേട്ടോണ്ട് നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്കറിയാം ഞാൻ ആരാന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ഇത്ര കാലം 1947 മുതൽ മാറി വന്നവർ ഇവിടെ ഒരു ഇല പോലും മാറ്റിവെക്കാൻ ഇങ്ങോട്ടേക്ക് പിന്നീട് ഇറങ്ങി വന്നിട്ടില്ല. ആ മാറ്റം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മാറ്റി ചിന്തിച്ചേ പറ്റൂ. രാജീവ് ചന്ദ്രശേഖരൻജി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ ഇനിയൊന്നും ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല. അദ്ദേഹം എല്ലാം കണ്ടുമടുത്ത ആളാണ്. ഇനി കൊടുക്കാനായിട്ടാണ് വരുന്നത്. അദ്ദേഹം അത് തെളിയിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഇനി സംശയം വേണ്ട. കേന്ദ്രം ഭരിക്കുന്നത് 10 വർഷം ആരാണെന്ന് നിങ്ങൾക്കറിയാം. ആ 10 വർഷവും അദ്ദേഹം ഈ കേരളത്തെ ഉപേക്ഷിച്ചിട്ടില്ല. ഭായവും ബഹനവും എല്ലാം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നാ പറഞ്ഞത്. ആ